ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മാസത്തിൻ്റെ അവസാന ദിവസമാണ് 28-ാം തീയതി. ഇന്ന് അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ ഈ നോമ്പ് തുടങ്ങിയ ഈ ദിവസം വരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നോമ്പ് ധ്യാനത്തിലൂടെ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 12-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന് ഉള്ള വാക്യങ്ങൾ ആദ്യം മുഴുവനായി ഒന്ന് വായിക്കുകയാണ്. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. നിങ്ങൾ ഇസ്രായേലിൻ്റെ സർവ്വസംഘത്തോടും പറയേണ്ടതെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിനൊരു ആട്ടിൻകുട്ടി വീഴും. ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവൻ്റെ വീട്ടിനടുത്ത് അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നതിനൊത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറക്കണം. അതിൻ്റെ രക്തം കുറേ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിക്കൽ കട്ടളക്കാലിലും 2 മേലും കുറുമ്പടി മേലും പുരട്ടണം. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പ് ചിരിയോടുകൂടി അത് തിന്നണം. തലയും കാലും അന്തർഭാഗങ്ങളായി തീയിൽ ചുട്ടിട്ടില്ലാത്ത പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുകിയതായിട്ടോ തിന്നരുത്. പിറ്റേന്നാൾ കാലത്തേക്ക് അതിലൊട്ടും ശേഷിപ്പിക്കരുത്. പിറ്റേന്നാൾ കാലത്തേക്ക് ശേഷിപ്പിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. അരകെട്ടിയും കാലിന് ചെരിപ്പിട്ടും കയ്യിൽ വഴി പിടിച്ചുകൊണ്ട് നിങ്ങൾ തിന്നണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം. അത് യഹോവയുടെ പെസഹ ആകുന്നു. ഈ രാത്രി ഞാൻ മിസ്രയീം ദേശത്തിലൂടെ കടന്ന് മിസ്രയീം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലിനെയും ഒക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവ ആകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ മേലും രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നുപോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. 14-ാം വാക്യത്തിൽ, ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മനാളായിരിക്കണം. ഇത് നിങ്ങൾ യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറ തലമുറയായി നിത്യനിയമമായി നിങ്ങളത് ആചരിക്കണം. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവൻ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ച് കളയണം. 1-ാം ദിവസത്തിലും 7-ാം ദിവസത്തിലും നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. അന്ന് അവരവർക്ക് വേണ്ടുന്ന ഭക്ഷണവും ഒരുക്കുകയല്ലാതെ ഒരു വേലയും ചെയ്യരുത്. പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാൾ നിങ്ങൾ ആചരിക്കണം. ഈ ദിവസത്തിൽ തന്നെയാകുന്നു ഞാൻ നിങ്ങളെ ഗണങ്ങളെ മിസ്രയീം ദേശത്ത് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസം തലമുറ തലമുറയായി നിത്യനിയമമായി നിങ്ങൾ ആചരിക്കണം. 1-ാം മാസം 14-ാം തീയതി വൈകുന്നേരം മുതൽ ആ മാസം 21-ാം തീയതി വരെ വൈകുന്നേരം വരെ നിങ്ങൾ പുളിപ്പില്ലാത്തപ്പം തിന്നണം. 7 ദിവസം നിങ്ങളുടെ വീടുകളിൽ പുളിച്ച മാവ് കാണരുത്. ആരെങ്കിലും പുളിച്ചത് തിന്നാൽ പരദേശിയായാലും സ്വദേശിയായാലും അവനെ ഇസ്രായേൽ സഭയിൽ നിന്ന് ഛേദിച്ച് കളയണം. പുളിച്ചതെന്ന് യഹോവയ്ക്ക് പുളിച്ചയാവുന്നു നിങ്ങൾ തിന്നരുത്. നിങ്ങളുടെ വാസസ്ഥലങ്ങളിലെല്ലാം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. അനന്തരം മോശെ ഇസ്രായേൽ മൂപ്പന്മാരെ ഒക്കെയും വിളിച്ച് അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കൊത്തവണ്ണം ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത പെസഹ അർപ്പിൻ. ഈ സോപ്പ് ചെടിയുടെ ഒരു കെട്ട് എടുത്ത് കിണ്ണത്തിന്മേലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമുടി മേലും കട്ടൽക്കാലിന്മേലും 2 മേലും തേക്കണം. പിറ്റേന്നാൾ വെളുക്കം വരെ നിങ്ങൾ ആരും വീടിൻ്റെ വാതിലിന് പുറത്തിറങ്ങരുത്. യഹോവ മിസ്രയീം വരെ ദണ്ഡിപ്പിക്കുന്നതിന് കടന്നു വരും. എന്നാൽ കുറുമ്പടി മേലും കട്ടളക്കാലിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ഒഴിഞ്ഞ് കടന്നു പോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരം വരുവാൻ സമ്മതിക്കുകയില്ല. ഈ കാര്യം നീയും പുത്രന്മാരും ഒരു നിത്യനിയമമായി ആചരിക്കണം. യഹോവ അരുളി ചെയ്തതുപോലെ നിങ്ങൾക്ക് തിരുവായിരിക്കുന്ന ഈ ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം നിങ്ങൾ ഈ കർമ്മം ആചരിക്കണം. ഈ കർമ്മം എന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ മിസ്രയീമിനെ ദണ്ഡിപ്പിക്കുകയും മിസ്രയീമിലിരുന്ന് ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞു കിടന്ന് നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹയാകുന്നു ഇത് എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ജനം കുമ്പിട്ട് നമസ്കരിച്ചു. ഇസ്രായേൽ മക്കൾ പോയി അങ്ങനെ ചെയ്തു. യഹോവ മോശയോടും അഹരോനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു. അർദ്ധരാത്രിയിലോ സിംഹാസനത്തിൽ നിന്ന് ഫറവോൻ ആദിയാതിന് മുതൽ കുണ്ടറയിൽ കിടന്ന അറുകാരൻ്റെ ആദിയാതിൻ വരെയും മിസ്രയീം ദേശത്തിലെ ആദിയാതിന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂരൊക്കെയും എല്ലാം യഹോവ സംഹരിച്ചു. ഫറവോനും അവൻ്റെ സകല ഭൃത്യന്മാരും സകല മിസ്രയീമിനും രാത്രിയിൽ എഴുന്നേറ്റു. മിസ്രയീമിൽ വലിയൊരു നിലവിളിയുണ്ടായി. ഒന്നും മരിക്കാതെ ഒരു വീടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ മോശയെയും അഹരോനെയും രാത്രിയിൽ വിളിപ്പിച്ചു, നിങ്ങൾ ഇസ്രായേൽ മക്കളുമായി എഴുന്നേറ്റ് എൻ്റെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ പോയി യഹോവയെ ആരാധിപ്പിൻ. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആളുകളെയും കന്നുകാലികളെയും കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളുവിൻ. എന്നെ അനുഗ്രഹിപ്പീൻ എന്ന് പറഞ്ഞു. മിസ്രയീമിൽ ജനത്തെ നിർബന്ധിച്ചു വേഗത്തിൽ ദേശത്ത് നിന്ന് അയച്ചു. ഞങ്ങളെല്ലാവരും മരിച്ചു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് ജനം കുഴച്ച മാവ് പുളിക്കുന്നതിന് മുമ്പ് തൊട്ടികളോടുകൂടെ ശീലകൾ കെട്ടി ചുമലിലെടുത്ത് കൊണ്ടുപോയി. ഇസ്രായേൽ മക്കൾ മോശയുടെ വചനമനുസരിച്ച് മിസ്രയീമിനോട് വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു. യഹോവ മിസ്രയീമിലേക്ക് ജനത്തോട് കൃപ തോന്നിച്ചുകൊണ്ട് അവർ ചോദിച്ചൊക്കെയാനും അവർക്ക് കൊടുത്തു. അങ്ങനെ അവർ മിസ്രയീമിനെ കൊള്ളയിട്ടു. എന്നാൽ ഇസ്രായേൽ മക്കൾ കുട്ടികൾ ഒഴികെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ കാൽനടയായി റമസേസിൽ നിന്ന് സുക്കോത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. വലിയൊരു സമ്മിശ്ര പുരുഷാരും ആടുകളും കന്നുകാലികളുമായി
അനവധി മൃഗങ്ങളും അവരോടുകൂടെ പോകുന്നു. മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന കുഴച്ച മാവ് കൊണ്ടുവന്ന് അവർ പുളിപ്പില്ലാത്ത ദോശ ചുട്ടു. അവരെ മിസ്രൈമിൽ ഒട്ടും താമസിപ്പിക്കാതെ ഓടിച്ച് കളയാൽ അത് പുളിച്ചിരുന്നില്ല. അവർ വഴിക്ക് ആരും ഒന്നും ഒരുക്കിയിരുന്നതുമില്ല. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കഴിച്ച പരദേശവാസം 430 സംവത്സരമായിരുന്നു. 430 വത്സരം കഴിഞ്ഞിട്ടും ആ ദിവസം തന്നെ യഹോവയുടെ ഗണങ്ങളൊക്കെയും മിസ്രൈം ദേശത്ത് പുറപ്പെട്ടു. യഹോവ അവരെ മിസ്രൈം ദേശത്ത് പുറപ്പെടുവിച്ചതിനാൽ ഇത് ഇന്ന് ഇവർക്ക് പ്രത്യേകമായി ആചരിക്കേണ്ടത് രാത്രിയാകുന്നു. ഇത് തന്നെ ഇസ്രായേൽ മക്കളൊക്കെയും തലമുറയായി യഹോവയ്ക്ക് പ്രത്യേകമായി ആചരിക്കേണ്ട രാത്രി. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും കൽപ്പിച്ചത് പെസഹയുടെ ചട്ടം ഇതാകുന്നു: അന്യജാതിക്കാരനായ ഒരുത്തനും അത് തിന്നരുത്. എന്നാൽ ദ്രവ്യം കൊടുത്തു വാങ്ങിയ ദാസനൊക്കെയും പരിച്ഛേദനയേറ്റ ശേഷം അത് തിന്നാം. പരദേശിയും കൂലിക്കാരനും അത് തിന്നരുത്. അതത് വീട്ടിൽ വെച്ച് തന്നെ അത് തിന്നണം. ആ മാംസം ഒട്ടും വീടിന് പുറത്ത് കൊണ്ടുപോകരുത്. അതിലൊരു അസ്ഥിയും ഒടിക്കരുത്. ഇസ്രായേൽ സഭയൊക്കെയും അത് ആചരിക്കണം. ഒരു അന്യജാതിക്കാരൻ നിന്നോടുകൂടെ പാർത്ത് യഹോവയ്ക്ക് പെസഹ ആചരിക്കണമെങ്കിൽ അവനുള്ള ആണൊക്കെയും പരിച്ഛേദന ഏൽക്കണം. അതിനുശേഷം അത് ആചരിക്കേണ്ടതിന് അവനടുത്ത് വരാം. അവർ സ്വദേശിയെ പോലെയാകും. പരിച്ഛേദനയില്ലാത്ത ഒരുത്തനും അത് തിന്നരുത്. സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിക്കും ഒരേ ന്യായപ്രമാണം തന്നെ ആയിരിക്കണം. ഇസ്രായേൽ മക്കളൊക്കെ അങ്ങനെ ചെയ്തു. യഹോവ മോശയോടും അഹരോനോടും കൽപ്പിച്ചപോലെ തന്നെ അവർ ചെയ്തു. അന്ന് തന്നെ യഹോവ ഇസ്രായേൽ മക്കളെ ഗണഗണമായി മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു. മിസ്രൈം ദേശത്ത് പുറപ്പെടുവിച്ച ഈ പുറപ്പാടിൻ്റെ ഈ പെസഹ ഇന്നും ആചരിക്കപ്പെടുന്നു. നോമ്പിൻ്റെ അവസാന ആഴ്ചവട്ടത്തിൽ നമ്മൾ പെസഹ ആചരിക്കുന്നതിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് നമ്മൾ ഈ അധ്യായത്തിൽ വായിച്ചു കേട്ടത്. അതുകൊണ്ട് ഈ രക്തം പുരട്ടിയ കട്ടിളക്കാലുള്ള ഭവനത്തെ രക്ഷിച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാകുന്ന കുർബാന കൈക്കൊള്ളുന്ന ദൈവമക്കൾ അത് സ്വീകരിക്കുമ്പോൾ തന്നെ അതിലൂടെയുള്ള വലിയ ശക്തി, അതിലൂടെ വലിയ പവറിൽ ഞാനും നിങ്ങളും അനുഗ്രഹം പ്രാപിക്കുവാൻ, രക്ഷ പ്രാപിക്കുവാൻ സാധ്യമായി തീരട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശേഷി ഒരു മാസക്കാലം വഴി നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വചനധ്യാനത്തിലൂടെ കനാനിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും ഒരുപോലെ അനുഗ്രഹിച്ച് ആശീർവദിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലസ് യു.